കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ.എം. മാണി വിട പറഞ്ഞപ്പോൾ ആ ശൂന്യതയിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. അപ്പോൾ അച്ചാച്ചന്റെ സന്തത സഹചാരിയായി അദ്ദേഹത്തിന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ മകൻ ജോസ് കെ മാണിയുടെ അവസ്ഥ വിവരിക്കാനാവാത്തതാണ്. അച്ചാച്ചൻ വിട പറഞ്ഞതിന് പിന്നാലെ ആ വേദന ജോസ് കെ മാണി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. അച്ചാച്ചൻ നമ്മളെ വിട്ടു പിരിഞ്ഞു എന്നേക്കുമായി. ഈ നിമിഷത്തിൽ വല്ലാത്ത ശൂന്യത. അച്ചാച്ചൻ പകർന്നു തന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ, ജീവിതത്തിന്റെ തുരുത്തിൽ ഒറ്റയ്ക്കായതുപോലെ. കൈപിടിച്ച് നടത്തിയ അച്ചാച്ചന്റെ കരുതൽ ഇനിയില്ല. ഈ വേർപിരിയലിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഇനി അച്ചാച്ചനില്ലാതെ കരിങ്ങോഴയ്ക്കൽ വസതി എന്ന മകൻ കുറിച്ചു. ജോസ് കെ മാണിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അച്ചാച്ചൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നേക്കുമായി. കുറച്ചു ദിവസങ്ങളായി കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അച്ചാച്ചന്റെ ആരോഗ്യനില ഇന്ന് വൈകുന്നേരത്തോടെ അത്യന്തം മോശമാവുകയും നിത്യതയിൽ വിലയം പ്രാപിക്കുകയുമായിരുന്നു. ഈ നിമിഷത്തിൽ വല്ലാത്ത ശൂന്യത. അച്ചാച്ചൻ പകർന്നു തന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ, ജീവിതത്തിന്റെ തുരുത്തിൽ ഒറ്റയ്ക്കായതുപോലെ. കൈപിടിച്ചു നടത്തിയ അച്ചാച്ചന്റെ കരുതൽ ഇനിയില്ല. സ്നേഹത്തിന്റെയും കരുതലിന്റെയും വാത്സല്യത്തിന്റെയും കടലായിരുന്നു അച്ചാച്ചൻ. രാഷ്ട്രീയത്തിന്റെ തിരക്കിലും കരിങ്ങോഴയ്ക്കൽ കുടുംബത്തിന്റെ ഓരോ ശ്വാസത്തിലും അച്ചാച്ചനുണ്ടായിരുന്നു. അമ്മയ്ക്ക് തണലായി, ഞങ്ങൾക്ക് സ്നേഹസ്പർശമായി. കൃത്യനിഷ്ഠയുടെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിലുള്ള കണിശത അച്ചാച്ചന്റെ മുഖമുദ്രയായിരുന്നു. ധരിക്കുന്ന വെള്ളവസ്ത്രം പോലെ പൊതുജീവിതത്തിൽ സമർപ്പണവും വ്യക്തിശുദ്ധിയും പാലിക്കണമെന്നതിൽ നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു. സഹജീവി കാരുണ്യം, സഹിഷ്ണുത, പൊതുജീവിതത്തിൽ അച്ചാച്ചൻ എന്നും മുറുകെ പിടിച്ച മാനുഷികത, അത് മറക്കാനാവില്ല. എത്രയെത്ര സന്ദർഭങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. ചെന്നൈയിൽ നിന്നും അക്കാലത്ത് നിയമബിരുദം നേടിയ അച്ചാച്ചൻ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അതേ ജാഗ്രത പുലർത്തി. വീട്ടിൽ നിന്നും അകന്നുള്ള തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസത്തിന് മുൻകൈയെടുത്തതും അച്ചാച്ചനായിരുന്നു. അച്ചാച്ചന്റെ ആ ക്രാന്തദർശിത്വം പിന്നീട് പൊതുജീവിതത്തിലേക്ക് കടന്നപ്പോൾ അടുത്തറിഞ്ഞു. കരിങ്ങോഴയ്ക്കൽ കുടുംബത്തെക്കാളോ അതിലുപരിയായോ അച്ചാച്ചൻ കേരള കോൺഗ്രസ് കുടുംബത്തെ സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന്റെ തുലാസിൽ കേരള കോൺഗ്രസ് കുടുംബത്തിനായിരുന്നു മുൻതൂക്കം. അച്ചാച്ചൻ നട്ടുനനച്ച പ്രസ്ഥാനം, ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ആശ്രയവും ആശ്വേഷവുമായ പ്രസ്ഥാനം. പ്രാണനെ പോലെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ എല്ലാമെല്ലാമെന്ന് അച്ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു. ഈ വേർപാട് ഞങ്ങളെക്കാൾ ഹൃദയഭേദകമാണ് ഓരോ കേരള കോൺഗ്രസ് പ്രവർത്തകനും. അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ഹൃദയത്തിൽ ചാലിച്ചെടുത്ത ആ ബന്ധങ്ങളിൽ ഈ വേർപിരിയലിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഇനി അച്ചാച്ചനില്ലാത്ത കരിങ്ങോഴയ്ക്കൽ വസതി കേരള കോൺഗ്രസ് എന്ന് ജോസ് കെ മാണി കുറിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.